കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 11ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. പാഠം 2 സരളി വരിശകളാണ്. അതിൽ 11ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പാടുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ സരളി വരിശകളാണ് പാടിയിരുന്നത്. അത് റിസ ഗരി മഗ പമ സരിഗമ പദനിസ നിസ ധനി പദ മപ സ നി ധ പ മഗരിസ. ഇതുവരെയാണ് നമ്മൾ സരളി വരിശ പാടി നിർത്തിയത്. അപ്പം അതിൻ്റെ 1ാം കാലമാണ് നമ്മൾ അന്ന് പാടിയത്. ഇനി അതിൻ്റെ 2ാം കാലം, 3ാം കാലം, 4ാം കാലം പാടണം. അപ്പം നമുക്കൊന്ന് പാടി നോക്കാം. സ പ സ പ സ ഞാൻ ഈ ഫ്രണ്ട് ക്യാമറയാണ് എടുക്കണത്. മൊബൈലിലെ ഫ്രണ്ട് ക്യാമറയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ താളം പിടിക്കുമ്പോൾ എന്താ വെച്ചാൽ വലത്തെ കൈയാണ് കാണുമ്പോൾ എന്താ വെച്ചാൽ ഇടത്തെ കൈ കൊണ്ടാണ് താളം പിടിക്കണം തോന്നും. വലത്തെ കൈ കൊണ്ടാണ് നമ്മൾ അടിച്ചിട്ട് വിരൽ വയ്ക്കലൊക്കെ വലത്തെ കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലർക്ക് ഇടത്തെ കൈ സ്വാധീനമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഇടത്തെ കൈ കൊണ്ട് താളം പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശരിക്കും വേണ്ടത് വലത്തെ കൈ കൊണ്ട് നമ്മൾ ഈ കാല് പണച്ച് ചമ്രം പടഞ്ഞ് ഇരുന്ന് വലത്തെ കാലിൻ്റെ തുടയിലാണ് നമ്മൾ താളം പിടിക്കേണ്ടത്. കച്ചേരിയൊക്കെ നടത്തുമ്പോൾ അങ്ങനെയാണ്, ഇരുന്നിട്ടാണ് പാടുക. ഗാനമേള പോലെയല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വലത്തെ കൈ കൊണ്ടാണ് ഈ വിരൽ വയ്ക്കലൊക്കെ വലത്തെ കൈ കൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കാം. രീ സ ഗരി മാ ഗ പ മ സ രി ഗ മ പ ധ നി സ നി സ ധ നി പ ധ മ പ സ നി ധ പ മ ഗ രി സ രി സ ഗ രി മ ഗ പ മ സ രി ഗ മ പ ധ നി സ നി സ ധ നി പ ധ മ പ സ നി ധ പ മ ഗ രി സ. ഇപ്പോൾ 2ാം കാലമായി. ഇനി 3ഉം 4ഉം പാടാം. 3ാം കാലം 4 സ്വരം, 4ാം കാലം 8 സ്വരം. രി സ ഗ രി മ ഗ പ മ സ രി ഗ മ പ ധ നി സ ധ നി പ ധ മ പ സ നി ധ പ മ ഗ രി സ. രി സ ഗ രി മ ഗ പ മ സ രി ഗ മ പ ധ നി സ ധ നി പ ധ മ പ സ നി ധ പ മ ഗ രി. രി സ ഗ രി മ ഗ പ മ സ രി ഗ മ പ ധ നി സ ധ നി പ ധ മ പ സ നി ധ പ മ ഗ രി സ. 4ാം കാലം 8 സ്വരം അങ്ങനെ പാടണം. അടുത്തത് വരണത് ഗരിസ മഗരി പമ സരിഗമ പദനിസ ധനിസ പധനി മപ്പ സാനി ധപ മഗരിസ. അതിൻ്റെ 1ാം കാലം നോക്കാം. അപ്പൊ ഗരീസ എന്ന് തുടങ്ങുമ്പോ ഗരി ഗരി ഗ എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാ ഗരി മാ എന്നുള്ളതിൻ്റെ അടുത്താണ് ഗ. അവിടുന്ന് വേണം
തിടങ്ങാൻ. അപ്പം നോക്കാം. ഗരി സ മാ ഗരി പ മാ സാ രി ഗ മാ പ ധ നീ സ ധ നീ സ പ ധ നീ മാ പ സാ നീ ധ പ മാ ഗ രി സ ഗ രി സ മാ ഗ രി പ മാ സാ രി ഗ മാ പ ധ നീ സ ധ നീ സ പ ധ നീ മാ പ സാ നീ ധ പ മാ ഗ രി സ ഗ രി സ മാ ഗ രി പ മാ സാ രി ഗ മാ പ ധ നീ സ ധ നീ സ പ ധ നീ മാ പ സാ നീ ധ പ മാ ഗ രി സ ഗ രി സ മാ ഗ രി പ മാ സാ രി ഗ മാ പ ധ നീ സ ധ നീ സ പ ധ നീ മാ പ സാ നീ ധ പ മാ ഗ രി ഗ രി സ മാ ഗ രി പ മാ സാ രി ഗ മാ പ ധ നീ സ ധ നീ സ പ ധ നീ മാ പ സാ നീ ധ പ മാ ഗ രി സ. ഇതാണ് 2, 3, 4 കാലം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സ്വരങ്ങൾ സാധനങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പം സരിഗമ പതനീസ എന്ന് കഴിഞ്ഞാൽ പിന്നെ ധനീസ എന്നാ തുടങ്ങണത്. ധനീസ. അപ്പം ധ എന്നുള്ള സാധനം ധനീസ. അത് കഴിഞ്ഞാൽ പധനി എന്നാണ്. പ ധനി പിന്നെ മപ്പ മാ പ. അപ്പം ആ സാധനങ്ങളെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പാടാൻ. സാധനം നമ്മൾ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വരിശകൾ പാടി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നല്ലോണം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സ്വരസ്ഥാനങ്ങൾ തന്നെയാണ്. ഇപ്പം മാ എന്ന് പാട് മാ പ ധ ഗ രി. ഓരോ സ്വരങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പാടാൻ. സ്ഥാനം മാറാൻ പാടില്ല. അടുത്തത് മഗരിസ പമഗരി സരിഗമ പധനിസ പധനിസ മപധനി സ നിധപ മഗരിസ. അത് നോക്കാം. അപ്പൊ മാ എന്നുള്ള സ്ഥാനത്ത് നിന്നാണ് തുടങ്ങുന്നത്. മഗരിസ മഗരിസ അങ്ങനെ തുടങ്ങണം. മഗരിസ പ മഗരി സ രി ഗ മ പ ധ നീ സ പ ധ നീ സ മാ പ ധ നീ സാ നീ ധ പ മാ ഗ രി സ. ഇതിന്റെ രണ്ടാം കാലം നോക്കാം. മാ ഗ രി സ പ മാ ഗ രി സ രി ഗ മ പ ധ നീ സ പ ധ നീ സ മാ പ ധ നീ സാ നീ ധ പ മാ ഗ രി സ
മഗരി സ പ മഗരി സ രെ ഗ മ പധ നി സ മ പധ നി സ നി ധ പ മഗരി സ പ മഗരി സ രെ ഗ മ പധ നി സ മ പധ നി സ നി ധ പ മഗരി സ പ മഗരി സ രെ ഗ മ പധ നി സ മ പധ നി സ നി ധ പ മഗരി സ. അതാണ് അതിൻ്റെ 1, 2, 3, 4 കാലം. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കണത്. അപ്പോൾ കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. പഠിക്കുന്ന ആൾക്കാർക്ക് ഒപ്പം പാടി നോക്കാം. എന്തെങ്കിലും 2ാം കാലം, 3ാം കാലം, 4ാം കാലമൊക്കെ പാടുന്നതിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെച്ചാൽ ചോദിക്കാം. അപ്പോൾ എല്ലാവരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.